പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളം ഒരു പ്രളയത്തിൻ്റെ, ഉരുൾപൊട്ടലിൻ്റെ, പെരുമഴയുടെ ദുരിതത്തിൽ അകപ്പെട്ടു പോയി. ആ സങ്കടത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് നമുക്ക് ഈ ഓണം. ഒത്തൊരുമയുടെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും മാധുര്യം നുകർന്നുകൊണ്ട് ഈ ഓണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ധന്യമാക്കാം. എല്ലാവർക്കും മാവേലി സങ്കല്പത്തിലെ ഒരു നല്ല നാടിൻ്റെ സ്മരണയിൽ അത്തരമൊരു നല്ല നാടാക്കി നമ്മുടെ നാടിനെ മാറ്റാനുള്ള ആവേശം നിറഞ്ഞ ഓണം ആശംസിക്കുകയാണ്. നേച്ചർ ലൈഫിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഈ ഓണം ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ആശ്രമം മൈതാനത്തിന് തൊട്ടുപിന്നിലെ ആയുർവേദ ഹോസ്പിറ്റൽ കോംപ്ലക്സിലുള്ള ഊട്ടുപുര നേച്ചർ ലൈഫ് ഹോട്ടലിൽ ഓണാഘോഷം നടന്നു. ആ ഓണാഘോഷത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. കൊല്ലത്തെ പ്രകൃതി ഹോട്ടൽ, അത് നിങ്ങൾക്കറിയാം, കൊല്ലം ആശ്രമം മൈതാനത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ആയുർവേദ ആശുപത്രിയുടെ കോംപ്ലക്സിലാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടെ സഹകരണത്തിൽ നേച്ചർ ലൈഫ് പ്രകൃതി ഹോട്ടൽ നടത്തുന്നത്. 2014 യശശരീരനായ VS അച്യുതാനന്ദൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അവിടെ ഊട്ടുപുര പ്രകൃതി ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടുത്തെ ഓണാഘോഷങ്ങളിൽ നമുക്ക് മുഖ്യാതിഥികളായി ചില വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. ഭദ്രദീപം കൊളുത്തി ഓണാഘോഷങ്ങൾക്ക് ഉദ്ഘാടനം കുറിച്ചത് ശ്രീമതി എൽസമ്മ ജോസഫാണ്. ആലപ്പുഴ സ്വദേശിനിയായ എൽസമ്മ ജോസഫ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലൂ റൈൻ എന്ന ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. വളരെയേറെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വം. ഒരു വലിയ വ്യവസായ സ്ഥാപനത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന ഒരു വനിത എന്ന നിലയിൽ നേച്ചർ ലൈഫിൻ്റെ ഒരടുത്ത ബന്ധുവും കുടുംബാംഗവുമാണ്. എൽസമ്മ ജോസഫിനോടൊപ്പം ആയുർവേദ ആശുപത്രിയുടെ CMO ഡോക്ടർ പ്രമോദ് കുമാർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു, ഭദ്രദീപം കൊളുത്തി. അവരോടൊപ്പം ആലീസ് മാത്യു, സൂസി സെബാസ്റ്റ്യൻ, അർച്ചന ഗോപൻ എന്നിവരും ഇനിയും ഒരു വിശിഷ്ട വ്യക്തിത്വം കൂടെ ഉണ്ടായിരുന്നു. കൊല്ലത്തെ വളരെയധികം ആദരിക്കപ്പെടുന്ന ഒരു തറവാട്ടിലെ വ്യക്തിത്വമാണ് ശാന്ത ഉത്തമൻ. അവരുടെ സാന്നിധ്യം മഹനീയമാകുന്നത് അവർ ശ്രീനാരായണ ഗുരു വന്നാൽ കൊല്ലത്ത് താമസിച്ചിരുന്ന വീട്, സ്വന്തം വീട് ഒരു ക്ഷേത്രമായി പവിത്രതയോടെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളിടത്താണ്. ആ പഴമയുടെ സൗന്ദര്യവും ഗുരുദേവൻ വന്ന് താമസിച്ച മുകളിലുള്ള മുറിയും കട്ടിലിൽ ചാരുകസേരയിൽ മഞ്ഞത്തുണിയെല്ലാം വിരിച്ച് ഗുരുദേവ മന്ത്രങ്ങളും മുഴക്കി അങ്ങനെ ഒരു തപസ് അനുഷ്ഠിക്കുന്നവരാണ് ശാന്ത ഉത്തമൻ. ഭദ്രദീപം കൊളുത്തിയതിന് ശേഷം വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടായിരുന്നു. കൊല്ലം പ്രകൃതി ഹോട്ടലിൻ്റെ ചുമതലക്കാരായ ജോസും രാധാകൃഷ്ണനും ഒപ്പം ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഗിരിയുമെല്ലാം ചേർന്ന് അതീവ ഹൃദ്യമായ ഒരു ഓണസദ്യ തന്നെ ഉണ്ടായിരുന്നു. ചീഫ് കുക്കിൻ്റെ പേര് പറയാതിരിക്കുന്നാൽ ശരിയാവില്ല. ശ്രീമതി ഓമനയായിരുന്നു ചീഫ് കുക്ക്. ഏതായാലും വളരെ വളരെ സന്തോഷത്തോടെയാണ് കൊല്ലത്തെ ഓണാഘോഷ പരിപാടികൾ ഇപ്രാവശ്യം നടന്നത്. അതിൽ 100-ലധികം ആളുകൾ വന്ന് പങ്കെടുത്തു എന്നുള്ളതാണ് ഏറെ സന്തോഷം തരുന്നൊരു കാര്യം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കൊല്ലത്തെ ഓണാഘോഷത്തിനെത്തിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് CMO പ്രമോദ് കുമാറിനും അവിടെയുള്ള ഡോക്ടർമാർക്കും മറ്റുള്ള സ്റ്റാഫ് എല്ലാവർക്കും ജീവിതത്തിലെ ഓരോ ദിവസവും ഈ ഓണ ദിവസങ്ങൾ പോലെ മനോഹരങ്ങളാവട്ടെ, സന്തോഷം നിറഞ്ഞതാവട്ടെ. നന്ദി, നമസ്കാരം.